എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കൊരു ഈ ആഴ്ച ഒരു സ്ക്വിഡിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കിയാലോ? ഡ്രൈ ഫ്രൈ സൂപ്പറായിട്ടുണ്ടാവും. വളരെ ക്രഞ്ചി ആയിട്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, പിന്നെ 2 പച്ചമുളക്, ഒരു 5 6 വെളുത്തുള്ളി, പിന്നെ അതേപോലെ ഒരു 10 12 ചെറിയുള്ളിയും. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇടിച്ചെടുക്കാം. എന്നാൽ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. നോക്കി എന്നാൽ ഓരോ ഉള്ളിക്കും 2 3 ഇടി കൊണ്ടിരിക്കണം. എന്നാലേ അതിൽ കറക്റ്റ് ആ ഒരു ഇത് പുറത്ത് വരുള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി 2 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇടിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ തിരി ഒന്ന് താഴ്ത്തി വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വല്ലാണ്ടങ്ങ് മൂത്ത് കരിഞ്ഞു പോകും. ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം പോയി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം ആ പച്ചമണം പോകുന്നവരെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. സിമ്മിൽ വെച്ചോളൂ കേട്ടോ. ഒന്ന് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അത് രണ്ടും ചേർത്തിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം. അടി പിടിച്ച് പോകാണ്ട് നോക്കണേ, മുളക് പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ച കൂന്തൽ 300 ഗ്രാം കൂന്തൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കിയും ഈ മസാലകളെല്ലാം കൂന്തലിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് കുറവ് മതി എന്നുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂണിലും താഴെ ഈ മറ്റ് മസാലകൾക്കും കൂന്തലിനും 1/2 ടീസ്പൂണിലും താഴെ മതി കേട്ടോ ഉപ്പ്. അപ്പോൾ അതാ ഉപ്പ് ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൂന്തലിൻ്റെ അകത്ത് നിന്ന് വെള്ളം പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം അങ്ങനെ അതിൽ തന്നെ വറ്റിപ്പോണം. അപ്പോൾ ഉപ്പ് നോക്കി കറക്റ്റാണ് എനിക്ക്. ഇനി ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം അത് വെള്ളം പെട്ടെന്ന് വറ്റിച്ചെടുക്കാം. പക്ഷേ പെട്ടെന്ന് വറ്റുമ്പോൾ നമുക്കിത് വേവണ്ടേ, കൂന്തൽ വേവാനുള്ളൊരു സമയം കൂടി വേണം. അപ്പോൾ എന്തായാലും ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ എന്തായാലും വേവണം. ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാലാവുമ്പോൾ നമുക്ക് വേവും കണക്കായിരിക്കും, വെള്ളവും വറ്റും. അതിന് ശേഷം ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തതിന് ശേഷം 2 പിഞ്ച് ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. എരിവ് കൂടുതലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ മറ്റേ മുളക് പൊടിയോ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. ഇനി കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുത്താൽ കണ്ടോ, നല്ലോണം വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നല്ലൊരു കറിവേപ്പിലേൻ്റെ മണം മേലെ നിൽക്കും. അതിന് സ്റ്റൗ സിമ്മിൽ തന്നെ വെച്ച് നല്ലോണം ഇളക്കി തിരിച്ചിട്ട് തോർത്തി എടുക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ ആക്ച്വൽ ക്രഞ്ചിനെസ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്, സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മൾ കൂന്തൽ ഫ്രൈ റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.